ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് MTS QA ഫസ്റ്റ് ക്ലാസ് ആണ്. അപ്പോൾ നമുക്ക് QA കാര്യത്തിലാവുമ്പോൾ MTS കാര്യത്തിലാവുമ്പോൾ നമുക്ക് QA എന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് ഇല്ലാത്തൊരു സെക്ഷനാണ്, സെക്ഷൻ 1 ആണ്. അതേപോലെ തന്നെ നിങ്ങൾ വിചാരിക്കും ക്വാളിഫൈങ് മാർക്ക് മാത്രം വാങ്ങിയാൽ പോരെ എന്ന് വിചാരിക്കുന്ന ഒരു ഏരിയ ആണ്. പക്ഷേ മാത്സ് ഇമ്പോർട്ടൻ്റ് തന്നെയാണ്, അതേപോലെ തന്നെയാണ് റീസണിങ്ങും. ക്വാളിഫൈങ് മാർക്ക് അവരെത്ര ഇടുമെന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതേപോലെ തന്നെ ഇപ്പോൾ ക്വാളിഫൈങ് മാർക്ക് ക്ലിയർ ആവുക ഒരിക്കലും ഇതിനെ സിമ്പിളായിട്ട് കാണരുത്. കാരണം നമുക്ക് നെഗറ്റീവ് ഇല്ല. ഫസ്റ്റ് സെക്ഷൻ എന്ന് പറഞ്ഞാൽ മാത്സും റീസണിങ്ങുമാണ്. ഓരോന്നിനും 20 ക്വസ്റ്റ്യനും ഇതാണ് അല്ലേ. അപ്പോൾ മാത്സ് നിന്ന് നിങ്ങൾക്ക് 20 ക്വസ്റ്റ്യൻ ചോദിക്കും, മാത്സ് നിന്ന് 20 ക്വസ്റ്റ്യൻ ചോദിക്കും. അതേപോലെ റീസണിംഗ് നിന്ന് 20 ക്വസ്റ്റ്യൻ ചോദിക്കും. ഓരോ ക്വസ്റ്റ്യനും 3 മാർക്ക് വീതമാണ്. ടോട്ടൽ 60 മാർക്ക്, ഇവിടെയും ഇൻറ്റു 60. അപ്പോൾ ടോട്ടൽ 120 മാർക്കിനാണ് സെക്ഷൻ 1 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സെക്ഷൻ 1ൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് മാർക്കില്ല. ഓക്കെ, നെഗറ്റീവ് മാർക്ക് ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് തോന്നിയെല്ലാം അടയാളപ്പെടുത്താമെന്ന് വിചാരിച്ചാലും കറക്റ്റായിട്ടുള്ള ആൻസർ നമ്മൾ മാർക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് ആ ഒരു മാർക്ക് കിട്ടത്തുള്ളൂ അല്ലേ. അപ്പോൾ നമ്മൾ മാത്സിനെയും ലഘൂകരിച്ച് കാണരുത്, അതേപോലെ തന്നെ റീസണിങ്ങിനെയും. പിന്നെ നമ്മുടെ സ്കോർ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫുള്ളി എന്തിൽ തന്നെയാണ്, നമ്മുടെ GK സെക്ഷനും ഇംഗ്ലീഷ് സെക്ഷനും തന്നെയാണ്. പക്ഷേ മാത്സും നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കണം, കാരണം നമുക്കൊരു ക്വാളിഫൈങ് മാർക്ക് കിട്ടണം. നിങ്ങൾ പൊതുവേ ഒരു ചിന്താഗതിയുണ്ട് MTS മാത്സ് നല്ല എളുപ്പമാണ്, പെട്ടെന്ന് കിട്ടുമെന്നൊക്കെ. അങ്ങനെ മാത്രം നമ്മൾ ഒന്നിനെയും ചെറുതായിട്ട് കാണരുത്. നമ്മളിപ്പോൾ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് പോകുമ്പോൾ എന്ത് ചെയ്യുക, എന്ത് വന്നാലും, എത്ര വലിയ ക്വസ്റ്റ്യൻ വന്നാലും, എത്ര ചെറിയ ക്വസ്റ്റ്യൻ വന്നാലും അതൊക്കെ എനിക്ക് എഴുതാൻ പറ്റണം. ആ ഒരു രീതിയിൽ വേണം എപ്പോഴും അപ്രോച്ച് ചെയ്യാൻ. എപ്പോഴും ഒന്നിനെയും സിമ്പിളായിട്ട് കാണാൻ. ചില ആൾക്കാരാണെങ്കിൽ ഒരു പർട്ടിക്കുലർ ചാപ്റ്റർ അതല്ലേ എളുപ്പമല്ലേ, നമുക്കത് പിന്നെ നോക്കാമെന്ന് പറഞ്ഞ് നോക്കാതെ അങ്ങ് ഇരിക്കും. പരീക്ഷയ്ക്ക് വരുമ്പോൾ ഏറ്റവും പാട് ക്വസ്റ്റ്യൻ ചിലപ്പോൾ ആ എളുപ്പമുള്ള ഏരിയ എന്നായിരിക്കും ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒന്നിനെയും ചെറുതാണ്. നമ്മളൊരു കോമ്പറ്റേറ്റീവ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ഒരാളുടെ മൈൻഡ് സെറ്റ് ഇങ്ങനെ ആയിരിക്കണം. ഒന്നിനെയും ചെറുതായിട്ട് കാണരുത്. എവിടെ നിന്ന് വേണമെങ്കിലും നമുക്ക് ചലഞ്ചസ് വരാം, എവിടെ നിന്ന് വേണമെങ്കിലും നമുക്ക് പണി കിട്ടും. അതുകൊണ്ട് തന്നെ ഫുള്ളി ക്ലിയർ ആയിട്ട് വ്യക്തമായിട്ട് മനസ്സിലാക്കി തന്നെ പഠിക്കുക. ഓക്കെ, അപ്പം നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്, നിങ്ങൾക്ക് ഈ 20 ക്വസ്റ്റ്യൻ്റെ ഡിസ്ട്രിബ്യൂഷനൊക്കെ മനസ്സിലായാലും. എനിക്ക് തോന്നുന്നു ഈ ക്ലാസ്സസ് മാർക്ക് ഡിസ്ട്രിബ്യൂഷനൊക്കെ നേരത്തെ ഒരു ക്ലാസ്സായിട്ട് പറഞ്ഞിട്ടുണ്ടാവും. പിന്നെ ഇത് 45 മിനിറ്റ് കൊണ്ടാണ് നിങ്ങൾ ഇത്രയും അറ്റൻഡ് ചെയ്യേണ്ടത് കേട്ടോ. ഒരു 40 ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ 45 മിനിറ്റ് ഉണ്ട്. ഇനി അടുത്ത സെക്ഷൻ എന്ന് പറഞ്ഞാൽ അടുത്ത സെക്ഷൻ 2-ലാണ് നെഗറ്റീവ് മാർക്കിംഗ് ഒക്കെ വരുന്നത്. അവിടെ നമ്മുടെ GK സെക്ഷൻ എന്ന് 25 ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. ഇംഗ്ലീഷ് 25 ക്വസ്റ്റ്യൻ, മൊത്തത്തിൽ 25×3 ഇവിടെ ഒരു 75, ഇവിടെ ഒരു 75 കൂടെ ആകുമ്പോൾ മൊത്തത്തിൽ ഇവിടെ ഒരു 150 മാർക്ക്. 150 മാർക്ക് എന്ന് പറയുമ്പോൾ ഇവിടെ 45 മിനിറ്റ് കൊണ്ട് തന്നെയാണ് ഇത്ര അറ്റൻഡ് ചെയ്യേണ്ടത്. ടോട്ടലി നമുക്ക് കിട്ടുന്ന എത്ര മാർക്കാണ്, 270. പക്ഷേ സെക്കൻഡ് പാർട്ടിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവിടെ നെഗറ്റീവ് മാർക്ക് ഉണ്ട്. നെഗറ്റീവ് മാർക്ക് എന്ന് പറഞ്ഞാൽ ഓരോ ക്വസ്റ്റ്യനും 1 മാർക്ക് വീതം നെഗറ്റീവാണ്. അപ്പോൾ ഈ ഒരു സെക്ഷൻ വളരെ നമ്മുടെ റാങ്ക് മേക്കിംഗ് ഏരിയ എന്ന് പറയുന്നത് GKയും ഇംഗ്ലീഷും ആണ്. അപ്പോൾ ചില ആൾക്കാർക്ക് മാത്സ് നല്ല ഈസി ആയിരിക്കും, GK ടഫായിരിക്കും. അങ്ങനെയുള്ള ആൾക്കാർ എന്ത് ചെയ്യുക, GKയും ഇംഗ്ലീഷും കൂടെ പഠിച്ചു തുടങ്ങുക. ഇംഗ്ലീഷ് ഒരുവിധം എല്ലാവർക്കും സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ തന്നെയാണ്. അതേപോലെ GKയും കൂടെ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ കണ്ടിട്ട് അതനുസരിച്ചുള്ള ക്വസ്റ്റ്യൻസ്, പ്രീവിയസ് ഇയർ നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് മോക്ക് ടെസ്റ്റുകൾ ചെയ്ത് നോക്കുക. മോക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് പിന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് പഠിക്കുക. എന്ന് വെച്ചാൽ റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ നിന്ന് തന്നെ കുറേ ക്വസ്റ്റ്യൻസ് കിട്ടും. അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സ് എല്ലാം അറിഞ്ഞിരിക്കുക. ഇങ്ങനെയൊക്കെ നമുക്ക് പഠിക്കാം. GKനെ കുറിച്ച് ഞാൻ പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല, കാരണം നിത്യാമിസ് ക്ലാസ്സൊക്കെ നല്ല രീതിയിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മാത്സിൻ്റെ കാര്യത്തിലോട്ട് കിടക്കാം. മാത്സിൻ്റെ കാര്യത്തിൽ നമ്മൾ ഇന്ന് എടുത്തേക്കുന്നത് LCM ആൻഡ് HCFൻ്റെ കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഞാനിപ്പോൾ പറയാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞിട്ട് അതിൻ്റെ കൺസെപ്റ്റുകളെല്ലാം പറഞ്ഞു തരാം. അതനുസരിച്ച് നമുക്ക് ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാം. വാട്ട് ഈസ് ദ ലാർജസ്റ്റ് 2-digit നമ്പർ വിച്ച് വെൻ ഡിവൈഡഡ് ബൈ 6 and 5 ലീവ്സ് ദ റിമൈൻഡർ 1 in each case? ഈ ക്വസ്റ്റ്യൻ നമുക്ക് എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതി എന്ന് പറഞ്ഞാൽ ഈ രണ്ട് നമ്പറിൻ്റെ LC എടുക്കുക. ഇതിൻ്റെ കൺസെപ്റ്റ് വരുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പറയാം. പരീക്ഷയ്ക്ക് നമുക്ക് ചെയ്യേണ്ട ഇത്രയേ ഉള്ളൂ. 6ൻ്റെ 5ൻ്റെ LC എടുക്കുക. നമുക്ക് എത്ര വരുന്നത്, 30 വരും. 30. പിന്നെ റിമൈൻഡർ നമുക്ക് 1 കൂടെ, റിമൈൻഡർ 1 in each case വന്നതുകൊണ്ട് തന്നെ 1 റിമൈൻഡർ ആയിട്ട് വരും. 30ൻ്റെ ഏത് മൾട്ടിപ്പിൾ വേണമെങ്കിലും വരാം. 30×2 വരാം, 30×1 വരാം, ഏത് വേണമെങ്കിലും വരാം. പക്ഷേ ലാർജസ്റ്റ് 2-digit നമ്പർ എന്നല്ലേ പറഞ്ഞേക്കുന്നത്. അതുകൊണ്ട് തന്നെ 30×2 ആകുമ്പോൾ 60 + 1 61 എന്ന് വരും.
ഇനി അടുത്തത് ലാർജസ്റ്റ് എന്ന് പറയുന്നതുകൊണ്ട് തന്നെ ഇവിടെ ഒരു 61 ഉണ്ട്. ഇനി വേണമെങ്കിൽ 30 × 3 എടുക്കാം. അപ്പോൾ 90 വരും. +1 ആകുമ്പോൾ 91 വരും. ആൻസർ എന്താ? 91. ഇത്രയേ ഉള്ളൂ സ്റ്റെപ്പ്. അപ്പോൾ ഞാൻ ഇച്ചിരി ഇത് ഡീറ്റെയിൽ ആയിട്ട് പറയുവാണെങ്കിൽ ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ വായിച്ച് മനസ്സിലാക്കണം. ക്വസ്റ്റ്യനിൽ എന്താണ് പറയുന്നത്? ഒരു ലാർജസ്റ്റ് 2 ഡിജിറ്റ് നമ്പർ ഉണ്ട്. ഓക്കെ, ലാർജസ്റ്റ് 2 ഡിജിറ്റ് നമ്പർ ഉണ്ട്. അതിനെയാണ് വിച്ച് വെൻ ഡിവൈഡഡ് ബൈ 6 and 5. ഡിവൈഡഡ് ബൈ എന്ന് പറഞ്ഞാൽ ലാർജസ്റ്റ് 2 ഡിജിറ്റ് നമ്പറിനെ ഞാനിപ്പോൾ എക്സ് ആയിട്ട് എടുക്കുവാണ്. ആ നമ്പറിനെ ഞാൻ 6 വെച്ചും അതേപോലെ തന്നെ 5 വെച്ചും ഒന്ന് ഡിവൈഡ് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്ന റിമൈൻഡർ എന്ന് പറഞ്ഞാൽ 1 ആണ്. ഓക്കെ, 1 എന്ന് പറയുന്ന റിമൈൻഡർ ഓരോ കേസിലും വരുന്നുണ്ട്. ഫസ്റ്റിന്റെ കേസിലും വരുന്നുണ്ട്, സെക്കൻഡിന്റെ കേസിലും വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ എൻ്റെ ചോദ്യം, ഈ ലാർജസ്റ്റ് നമ്പർ എക്സിന്റെ വാല്യൂ എത്ര ആണ്? എങ്ങനെയാണ് കണ്ടുപിടിക്കാൻ പറ്റുന്നത്? ഈ 6ഉം 5ഉം ഉപയോഗിച്ച് എക്സിലോട്ട് എത്തണം. എനിക്ക് റിമൈൻഡർ 1 വരണം. എങ്ങനെയാണ് പോസിബിൾ ആവുന്നത്? എന്തായാലും ഈ എക്സ് എന്ന് പറയുന്ന നമ്പർ 6നെക്കാട്ടിയും 5നെക്കാട്ടിയും വലുതായാൽ മാത്രമല്ലേ എനിക്കൊരു റിമൈൻഡർ ഇവിടെ പോസിബിൾ ആവത്തുള്ളൂ, അല്ലേ? അപ്പോൾ 6 എന്ന് പറയുന്ന നമ്പറിനെക്കാട്ടിയും വലുതാണ്, 5 എന്ന് പറയുന്ന നമ്പറിനെക്കാട്ടിയും വലുതാണ്. അതുകൊണ്ടാണ് എനിക്കിവിടെ റിമൈൻഡർ വന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യേണ്ട ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? 6ൻ്റെയും എന്തായാലും ന്യൂമറേറ്ററിൽ കിട്ടുന്ന വാല്യൂ എന്ന് പറഞ്ഞാൽ ഡിനോമിനേറ്ററിനെക്കാട്ടിയും വലിയ വാല്യൂ ആണെന്ന് നമുക്ക് മനസ്സിലായി. എപ്പോഴും വലിയ വാല്യൂകൾ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യുക? LCM എടുക്കുക. LCM എടുക്കുക എന്ന് പറയുമ്പോൾ 6ൻ്റെയും ഡിനോമിനേറ്ററിലുള്ള 6ൻ്റെയും 5ൻ്റെയും LCM എടുക്കുക. 6ൻ്റെയും 5ൻ്റെയും LCM എത്ര? 30 എന്ന് വന്നു. ഓക്കെ, LCM 30. 6ൻ്റെയും 5ൻ്റെയും LCM എങ്ങനെയാണ് മക്കളെ എടുക്കുന്നത്? 6, 5. ഓക്കെ, നമുക്കിത് ഇനി പ്രത്യേകിച്ച് ആരെങ്കിലും കോമൺ ആയിട്ട് എടുക്കാൻ വേണ്ടി ഉണ്ടോ? സാധാരണ LCM എടുക്കുന്നത് എങ്ങനെയാണ്? ഈ 6, ഇപ്പോൾ ഇവിടെ 6ഉം ഒരു 8 ആയിരുന്നെങ്കിൽ നമ്മളിവിടെ ഒരു 2 എഴുതിയേനെ, ഇവിടെ ഒരു 3 വന്നേനെ, 4 വന്നേനെ, പിന്നെ അങ്ങോട്ട് ചെയ്യാൻ പറ്റുന്നില്ല. ഇത് മൊത്തത്തിൽ അങ്ങ് മൾട്ടിപ്ലൈ എന്ന് പറഞ്ഞാൽ 4 × 3 12, 12 × 2 24 LCM വന്നേനെ. പക്ഷേ ഇവിടെയാണെങ്കിലോ 6ഉം 5ഉം ആണ്. ഇതിനെ ഇങ്ങനെ കോമൺ ആയിട്ട് എടുത്തെഴുതാൻ വേണ്ടി ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ LCM വരുന്നത് എന്താണ്? 6 × 5 30 എന്ന് തന്നെയാണ്. ഓക്കെ, നമുക്ക് കിട്ടുന്ന ഉത്തരം 30 + 1 ആണ്. റിമൈൻഡർ 1 ഇൻ ഈച്ച് കേസ്. നിങ്ങൾ നോക്കിയേ, 30നെ 6 വെച്ച് ഡിവൈഡ് ചെയ്തു, നിങ്ങൾക്ക് റിമൈൻഡർ 0 വരത്തുള്ളൂ. 30 നിങ്ങൾ 30 ഡയറക്റ്റ് എടുത്ത് എഴുതുവാണെങ്കിൽ 30നെ 5 വെച്ച് ഡിവൈഡ് ചെയ്തു, റിമൈൻഡർ നിങ്ങൾക്ക് അവിടെയും 0 വരത്തുള്ളൂ. റിമൈൻഡർ 1 ആയിട്ട് ഇരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ എന്ത് ചെയ്യുക? 30നെ നമ്മൾ ഒന്നും കൂടെ കൂട്ടി എഴുതുക. 31/6 റിമൈൻഡർ 1 വരുന്നില്ലേ? 31/6 ഇതൊക്കെ ചെയ്ത് നോക്കണോ? നോക്കി, 5 വെച്ച് 30, 1 റിമൈൻഡർ വന്നില്ലേ? ഇനി അടുത്ത 31/5 റിമൈൻഡർ 1 വന്നില്ലേ? ആണല്ലോ. അപ്പോൾ ഇനി അടുത്ത ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഓപ്ഷനിൽ 31 ഉണ്ടോ എന്ന് നിങ്ങൾ നോക്കി. ആൻസർ 31 അവിടെ ഇല്ല. അപ്പോൾ അതിനർത്ഥം എന്താ? 30 എന്ന് പറയുന്ന LCMന്റെ ഏത് വാല്യൂ, 30ന്റെ ഏത് മൾട്ടിപ്പിൾ വേണമെങ്കിലും നമുക്ക് എടുക്കാം. ലാർജസ്റ്റ് 2 ഡിജിറ്റ് പറഞ്ഞത് കൊണ്ട് തന്നെ ഫസ്റ്റ് വേണമെങ്കിൽ 30 × 2 + 1 എടുക്കാം, 61 എന്ന് വരും. ഇനി അത് 61 ഉണ്ട്. ഇനി 30 × 3 + 1 ഉണ്ട്. 30 × 3 എന്ന് പറഞ്ഞാൽ 90, 90 + 1 91. നമ്മുടെ ആൻസർ ലാർജസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഓപ്ഷനിൽ ഏറ്റവും ലാർജസ്റ്റ് ആയിട്ട് നിൽക്കുന്ന അങ്ങ് എടുക്കുക. 91 ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനെ റിലേറ്റഡ് ആയിട്ടുള്ള കൺസെപ്റ്റുകളെല്ലാം നമ്മൾ നേരത്തെയൊക്കെ നോക്കിയിട്ടുള്ളതാണ്. LCMും HCFലും ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ വരുന്നത്. ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ വരുമ്പോൾ അപ്പോഴേ എന്ത് യൂസ് ചെയ്തോളണം? LCM ആണ് യൂസ് ചെയ്യേണ്ടത്. ഒന്നുകിൽ LCM ആയിരിക്കും, അല്ലെങ്കിൽ HCF ആയിരിക്കും. ന്യൂമറേറ്ററിലുള്ള വാല്യൂ കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ എന്ത് ചെയ്യുക? LCM കണ്ടുപിടിക്കുക. ഇനി ഡിനോമിനേറ്ററിലുള്ളത് ചോദിച്ചാലോ HCF ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഇനി അടുത്ത ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് ദ ഹയസ്റ്റ് കോമൺ ഫാക്ടർ ഓഫ് 7/16, 21/32, 49/8? ഇതിലെല്ലാം ഹയസ്റ്റ് കോമൺ ഫാക്ടർ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. എങ്ങനെയാണ് ഒരു ഫ്രാക്ഷൻ്റെ HCF കണ്ടുപിടിക്കുന്നത്? ഫ്രാക്ഷൻ്റെ HCF കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ ന്യൂമറേറ്ററിൻ്റെ HCFും കണ്ടുപിടിക്കണം, ഡിനോമിനേറ്ററിൻ്റെ LCMും കണ്ടുപിടിക്കണം. അപ്പോൾ ഒരു ഫ്രാക്ഷൻ്റെ HCF എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ന്യൂമറേറ്ററിൻ്റെ HCF എടുക്കുക, ഡിനോമിനേറ്ററിൻ്റെ LCM എടുക്കുക എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു സെയിം ക്വസ്റ്റ്യൻ തന്നെ LCM, ഫൈൻഡ് ദ LCM ഓഫ് 1/2, 3/4 എന്ന് ചോദിക്കുവാണ്. അപ്പോൾ LCM കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? LCM, ഒരു ഫ്രാക്ഷൻ്റെ LCM കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ ന്യൂമറേറ്റർ ക്വസ്റ്റ്യനിൽ എന്താണോ ചോദിച്ചേക്കുന്നത് അത് ന്യൂമറേറ്റർ ചെയ്യുക എന്ന് പറഞ്ഞാൽ LCM ഓഫ് 1, 3
ഇനി അടുത്ത ഡിനോമിനേറ്ററിന്റെ ആണെങ്കിലോ ഡിനോമിനേറ്ററിന്റെ LCMന്റെ ഓപ്പോസിറ്റ് എന്താ HCF, ഡിനോമിനേറ്ററിന്റെ HCF കണ്ടുപിടിക്കുക. LCM of 1 and 3, 1ന്റെ 3ന്റെ LCM എത്രയാണ്? നമ്മളിങ്ങനെ ഫാക്ടറൈസ് ചെയ്ത് നോക്കുമ്പോൾ നമ്മളിവിടെ 3 എഴുതുന്നു, 1 എന്ന് വരുന്നു, നമ്മുടെ ആൻസർ 3 ആണ്. ഇനി HCF of 2 and 4, 2ന്റെ 4ന്റെ HCF എന്ന് പറഞ്ഞാൽ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം കോമൺ ആയിട്ട് നിൽക്കുന്ന നമ്പർ ഏതാണ്? 2 ആണ്. അതങ്ങ് എഴുതുക. അതെങ്ങനെയാണ് വരുന്നത്? ഇവിടെ ഒരു 2 എഴുതി, നമ്മളെ ഇവിടെ 1 എന്നും 2 എന്നും കിട്ടി. HCFന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ താഴോട്ടുള്ള നമ്പറിനെ നമ്മൾ ഒരിക്കലും മൾട്ടിപ്ലൈ ചെയ്യരുത്, ഈ സൈഡിലുള്ള നമ്പറിനെ മാത്രമേ മൾട്ടിപ്ലൈ ആവൂ. അപ്പം നമുക്ക് കിട്ടുന്ന ഉത്തരം എന്ന് പറഞ്ഞാൽ 3/2 ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ക്വസ്റ്റ്യൻ്റെ തന്നെ HCF എടുക്കാൻ പറഞ്ഞാലോ 1/2 3/4. അപ്പോൾ HCF ചോദിച്ചാൽ ന്യൂമറേറ്ററിന്റെ HCF കണ്ടുപിടിക്കുക, ഡിനോമിനേറ്ററിന്റെ LCM കണ്ടുപിടിക്കുക. ന്യൂമറേറ്ററിന്റെ HCF എന്ന് പറഞ്ഞാൽ 1ന്റെ 3ന്റെ HCF എത്ര? HCFന്റെ ഒരു പ്രത്യേകതയും കൂടെ എന്ന് പറഞ്ഞാൽ HCFന്റെ ഒരു പ്രത്യേകതയും കൂടി എന്ന് പറഞ്ഞാൽ 2 നമ്പറിലും ഒരുപോലെ അടങ്ങുന്ന ഒരു നമ്പർ വേണം ഇവിടെ കൊടുക്കാൻ. 1ഉം 3ഉം ഏതിൻ്റെ ടേബിളിലാണ് ഒരുമിച്ച് വരുന്നേ? 1ഉം 3ഉം എന്ന് പറയുന്ന നമ്പർ ഒരുമിച്ച് ഏതിൻ്റെ ടേബിളിൽ വരുമെന്ന് ആലോചിക്കുക. 1ന്റെ ടേബിളിൽ മാത്രമല്ലേ 1 വരുന്നുള്ളൂ, അതേപോലെ 3 ഒരുമിച്ച് വരുന്നുള്ളൂ. 1 × 1 1 എന്ന് വരും, 1 × 3 3 എന്ന് വരും. അതുകൊണ്ട് ഇവിടെ 1 കൊടുക്കാൻ പറ്റുള്ളൂ. നമുക്ക് കിട്ടുന്ന ഉത്തരം എന്ന് പറഞ്ഞാൽ HCF ആകുമ്പോൾ സൈഡിലുള്ളത് മാത്രമേ എടുക്കാവൂ. 1 ആണ് നമ്മുടെ HCF ആയിട്ട് വരുന്നത്. ഇനി ന്യൂമറേറ്ററിന്റെ LCM എന്ന് പറഞ്ഞാൽ 2ന്റെ 4ന്റെ LCM എത്ര? 8. അതെങ്ങനെയാണ് വരുന്നത്? 2ഉം 4ഉം ആകുമ്പോൾ ഫാക്ടറൈസ് ചെയ്യുക, 2 അല്ലേ? അപ്പോൾ നമുക്ക് 8 അല്ല 4ആണ്. അപ്പോൾ നമുക്ക് കിട്ടുന്നത് എത്രയാണ്? 4 എന്ന് കിട്ടി. നമ്മുടെ HCF എത്ര? 1/4 ആണ് നമുക്ക് ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ, ഇത്രയും മനസ്സിലായോ? അപ്പോൾ ഇനി ഈ ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്യാനായിട്ട് നോക്കി. ഈ ക്വസ്റ്റ്യൻ നമുക്ക് എങ്ങനെയായിരിക്കും ചെയ്യാൻ പറ്റുന്നത്? 7/16, 21/32, 49/8 ഇതിൻ്റെ HCF കണ്ടുപിടിക്കുക. HCF ആകുമ്പോൾ ന്യൂമറേറ്ററിൻ്റെ HCF 7ഉം 21ഉം 49. ഇതിൽ കോമൺ ആയിട്ട് നിൽക്കുന്ന നമ്പർ ഏതാണ്? നമ്മൾ ഈ ഒരു സൈഡിൽ മൈനസ് ചെയ്താൽ മതി. ഈ ഒരു സൈഡിൽ എഴുതുന്ന ഏതായിരിക്കും? 7 ആയിരിക്കും എഴുതാൻ പറ്റുന്നത്. 7 എഴുതുമ്പോൾ തന്നെ ഇവിടെ ഒരു 1 വരും, ഇവിടെ ഒരു 3 വരും, ഇവിടെ ഒരു 7 വരും. അപ്പോൾ 7 നമുക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ. 7 മുകളിൽ വന്നു. 7 വരുന്ന 2 ഓപ്ഷൻ ഉണ്ട്, അതുകൊണ്ട് തന്നെ ബാക്കി ചെയ്യേണ്ടി വരും. അപ്പോൾ 16ഉം 32 8ഉം ഇതിൻ്റെ LCM എത്രയാണ് വരുന്നത്? 16ഉം 32 8ഉം 16ഉം 32 8ഉം ആകുമ്പോൾ 16 × 2 എത്ര? നമ്മളിങ്ങനെ ഫാക്ടറൈസ് ചെയ്ത് നോക്കുന്നതിനെക്കാട്ടിയും 16 32 8 ഇങ്ങനെ ഒന്നുകിൽ ഇങ്ങനെ ചെയ്യുക. 16 32 8 ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്തു? 2 കൊടുത്തു, ഇവിടെ ഒരു 8 വന്നു, ഇവിടെ ഒരു 16 വന്നു, ഇവിടെ ഒരു 4 വന്നു, വീണ്ടും 2 കൊടുത്തു, ഇവിടെ 4 വന്നു, ഇവിടെ ഒരു 8 വന്നു, ഇവിടെ ഒരു 2 വന്നു, വീണ്ടും 2 കൊടുത്തു, 2 വന്നു, 4 വന്നു, 1 വന്നു. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെയും ചെയ്യാം. ഈ LCM എടുക്കുമ്പോൾ 2 ഇവിടെ കൊടുക്കാം, 1 2 1. LCMന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ 2 നമ്പർ വെച്ച് പറ്റുമെങ്കിൽ ഇവിടെ ഒരു 2, ഈ 2 നമ്പർ 2ന്റെ ടേബിളിലുള്ളതല്ലേ, അതുകൊണ്ട് നമുക്കിവിടെ 2 കൊടുക്കാം. പക്ഷേ HCF ആയിരുന്നെങ്കിലോ ഈ 3 എണ്ണത്തിൻ്റെ മടങ്ങുന്നത് മാത്രമേ നമുക്കിവിടെ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതിൻ്റെ LCM എത്ര? 2 × 2 4, 4 × 2 8, 8 × 4 എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 32 എന്ന് കിട്ടും. അപ്പോൾ നമ്മുടെ ഇവിടെ 32. ഇത്രയും ചെയ്ത് നോക്കുന്നതിനെക്കാട്ടി ഒരു എളുപ്പ വഴി ഞാൻ പറഞ്ഞുതരാം. 16 32 8ഉം 16 32 8ഉം LCM ആകുമ്പോൾ LCM എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? കോമൺ ആയിട്ട് നിൽക്കുന്ന മൾട്ടിപ്പിൾ, ഏറ്റവും ചെറിയ കോമൺ ആയിട്ട് നിൽക്കുന്ന മൾട്ടിപ്പിൾ. അത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ 32 എന്ന് പറയുന്ന നമ്പർ ഈ 16 × 2 ആണ് 32. ഓക്കെ, അത് കിട്ടുന്നുണ്ട്. ഇനി അടുത്തത് 8 × എത്ര? 8 × 4 32. എല്ലാത്തിൻ്റെയും ടേബിളിൽ 32 ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ ഏറ്റവും ചെറുതായിട്ട് എല്ലാത്തിലും ഒരേപോലെ വരുന്ന ഏതാണ്? 32 ആണ്. അപ്പോൾ നമ്മുടെ ഉത്തരം എന്താണ്? LCM 32 എന്ന് വരും. അപ്പോൾ ഈ LCM എന്താണെന്ന് ആദ്യമേ പഠിച്ചാൽ എന്താണ് ഈ പെട്ടെന്ന് 32 കണ്ടുപിടിക്കാൻ കാരണമെന്ന് മനസ്സിലാവും. അപ്പോൾ LCM എന്ന് പറഞ്ഞാൽ ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ ആണ്. മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? 16ന്റെ ടേബിളിലുള്ള നമ്പേഴ്സ് അതേപോലെ എഴുതുക. 16 ഉണ്ട്, 32 ഉണ്ട്, പിന്നെന്താ 48 വരും, അങ്ങനെയൊക്കെ പൊക്കോണ്ടിരിക്കും. ഇനി അടുത്ത 32ന്റെ ടേബിളിലുള്ള മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞാൽ 32 വരും, 64 വരും. ഇനി അടുത്ത 32 × 3 ആകുമ്പോൾ 6 96 വരും, അങ്ങനെ പോകും. ഇനി 8ന്റെ ടേബിളിലുള്ള നമ്പർ ആകുമ്പോൾ 8 വരും, 16 വരും, 24 വരും, 32 വരും, ഇങ്ങനെയൊക്കെ പോവുകയാണ്. ഇതിലെല്ലാം കൂടെ കോമൺ ആയിട്ട് നിൽക്കുന്നത് LCM എന്ന് പറഞ്ഞാൽ ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ ആണ്. LCM എന്ന് പറഞ്ഞാൽ ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ. കോമൺ മൾട്ടിപ്പിൾസ് ഏതാണ് ഇവിടെ? 32 32 32. ഇനി അടുത്ത് ഇങ്ങോട്ട് പോകുമ്പോൾ ഇവിടെ ഒരു
64 കൂടെ വരും, 64, ഇനി അങ്ങോട്ട് 8 × 8 64 അല്ലേ, അവിടെ ഒരു 64 വരും, അതും കോമൺ ആയിട്ട് വരും. കുറച്ച് നമ്പേഴ്സ് ഇങ്ങനെ കോമൺ ആയിട്ട് മൾട്ടിപ്പിൾസ് ആയിട്ട് വരും. അതിലെ ലീസ്റ്റ് ഏറ്റവും ചെറുതാണല്ലോ ലീസ്റ്റ് എന്ന് പറഞ്ഞാൽ ഏതാ വരിക? 32. അപ്പം നമ്മുടെ ഉത്തരം എന്താണ്? LCM 32. ഇങ്ങനെയാണ് നമുക്ക് പെട്ടെന്ന് ഈ ഒരു കൺസെപ്റ്റ് അറിയാമെങ്കിൽ പെട്ടെന്ന് നമുക്ക് 32 ചെയ്ത്, അല്ലെങ്കിൽ ഇങ്ങനെ ഫാക്ടറൈസ് ചെയ്ത്, ഇതൊക്കെ കാണാപ്പാഠം പഠിക്കുന്ന പോലെയാണ്. അതിനെ കൊണ്ടെന്ന് പറഞ്ഞാൽ വലിയ നമ്പർ വന്ന് ഇങ്ങനെ ചെയ്താൽ ശരിയാണ്, കുഴപ്പമില്ല. അല്ലെങ്കിൽ ചെറിയ നമ്പറൊക്കെ ഇങ്ങനെ വെച്ച് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ കാണാപ്പാഠം പഠിച്ചു വെച്ചേക്കുവാണെന്നാണ് അതിനർത്ഥം. ഈ ഒരു കൺസെപ്റ്റ് അറിയാമെങ്കിൽ അറിയുന്ന ഒരാൾക്ക് പെട്ടെന്ന് ഒരു 32 ഇട്ടിട്ട് ആൻസർ ടിക്ക് ചെയ്ത് ഓപ്ഷൻ ഡി എന്ന് പറഞ്ഞ് അങ്ങ് പോകും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അവിടെ ഇരുന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും അല്ലേ? അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യാൻ പാടില്ല. പഠിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കി തന്നെ പഠിക്കാം. അപ്പോൾ നിങ്ങളിപ്പോൾ നമ്മുടെ ദിശ അക്കാഡമിയുടെ ഓൺലൈൻ കോഴ്സുണ്ട്, SSC MTSൻ്റെ ക്രാഷ് കോഴ്സുണ്ട്. അപ്പോൾ അവിടെയാണെങ്കിൽ നമുക്ക് ഓർഡറായിട്ട് ക്വസ്റ്റ്യൻസും പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളും ക്വസ്റ്റ്യൻസും പ്രീവിയസ് ക്വസ്റ്റ്യൻസും എല്ലാം സോൾവ് ചെയ്ത് പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർ ഇത് അസസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഈ ഒരു നമ്പറിലോട്ട് കോൺടാക്ട് ചെയ്തിരുന്നാൽ മതി. അപ്പോൾ അവർ വേണ്ട ഗൈഡൻസ് എല്ലാം പറഞ്ഞു തരും. അപ്പോൾ അവിടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ സ്റ്റഡി പ്ലാൻ ബേസ്ഡ് ക്രാഷ് കോഴ്സാണ്. ഡെയിലി ലൈവ് ക്ലാസ്സസ് ഉണ്ടായിരിക്കും. പിന്നെ ഫ്രീ SSC ഫൗണ്ടേഷൻ കോഴ്സിൻ്റെ അസസ് കിട്ടും നിങ്ങൾക്ക്. പിന്നെ ഇനി അടുത്ത റെക്കോർഡഡ് ക്ലാസ് കിട്ടും എന്ന് പറഞ്ഞാൽ ഇപ്പം നിങ്ങൾ ലൈവ് ക്ലാസ് ആ ഒരു സമയം ഇരുന്ന് കാണാൻ പറ്റിയില്ലെങ്കിലും റെക്കോർഡഡ് വേർഷൻ നിങ്ങളിരുന്ന് പിന്നെ കണ്ടിരുന്നാൽ മതി. പിന്നെ മെൻറ്റർ സപ്പോർട്ടുണ്ട്. ഇനി ക്ലാസ് നോട്ട്സ് എല്ലാം നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, ഇനി അടുത്തത് വാട്ട് ഈസ് ദ ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ ഓഫ് ഓൾ ദ ഈവൻ നമ്പേഴ്സ് ബിറ്റ്വീൻ 5 and 13? 5 തൊട്ട് 13 ഇടയ്ക്കുള്ള എല്ലാ നമ്പേഴ്സിൻ്റെയും ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ എന്താണ്? LCM ആണ്. അതവന് നീട്ടി എഴുതിയേക്കുന്നേ ഉള്ളൂ. വാട്ട് ഈസ് ദ ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ ഓഫ് ഓൾ ദ ഈവൻ നമ്പേഴ്സ് ബിറ്റ്വീൻ 5 and 13 എന്ന് പറഞ്ഞാൽ 5 തൊട്ട് 13 ഇടയ്ക്കുള്ള എല്ലാ നമ്പേഴ്സിൻ്റെയും LCM. ഈവൻ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്? 2ന്റെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള എല്ലാ നമ്പറിനെയാണ് ഈവൻ നമ്പർ എന്ന് പറഞ്ഞാൽ. അപ്പോൾ 5ന്റെ 13ന്റെ ഇടയ്ക്കുള്ള 5ന്റെ മൾട്ടിപ്പിൾ 6ന്റെ അല്ല 2ന്റെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള നമ്പേഴ്സ് ഏതൊക്കെയാണ്? ഈവൻ എന്ന് പറഞ്ഞാൽ 2ന്റെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള നമ്പർ 6 വരും, 8 വരും, 10 വരും, 12 വരും. ഇത്രയല്ലേ വരുന്നത്. ഇനി LCM കണ്ടുപിടിക്കുക. ഇതിങ്ങനെ ഫാക്ടറൈസ് ചെയ്യുന്ന കാട്ടി നമുക്ക് ഓപ്ഷൻ ബേസ് അങ്ങ് നോക്കാം അല്ലേ? കിട്ടുന്ന നമ്പർ എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു നമ്പർ ആയിരിക്കും എന്ന് പറഞ്ഞാൽ 6ന്റെ ടേബിളിലുള്ള നമ്പർ ആയിരിക്കും, 8ന്റെ ടേബിളിലുള്ള നമ്പർ ആയിരിക്കും, 10ന്റെ ടേബിളിലുള്ള നമ്പർ ആയിരിക്കും, 12ന്റെ ടേബിളിലുള്ള നമ്പർ ആയിരിക്കും. ഇതിലെല്ലാത്തിലും കോമൺ ആയിട്ട് നിൽക്കുന്ന ഒരു നമ്പർ ആയിരിക്കും. അപ്പോൾ 120 6ന്റെ ടേബിളിൽ വരും. ഇനി 8ന്റെ ടേബിളിൽ 120 വരുമോ? 8ന്റെ ടേബിളിലും വരും. 120 ഡിവൈഡ് ബൈ 8 ഒന്ന് ചെയ്ത് നോക്കിയേ. ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് എന്താ വരിക? 120ന് 8 വെച്ചൊന്ന് ചെയ്ത് നോക്കിയേ. 1 വെച്ചിട്ട് 8 വരും, ബാലൻസിന് 4 വരും. 40 ആകുമ്പോൾ നമുക്ക് 5 വെച്ച് പറ്റും. അപ്പോൾ 40 0 വരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ 8 × 15 ആണ് 120 എന്ന് പറയുന്നത് അല്ലേ? 8 × 15 120 വരും. ഓക്കെ, ഇനി അടുത്തത് 120, 12 × 10 120. ഇനി അടുത്ത 12 × 10 120 ഇവിടെയും വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ആൻസർ എന്താണ്? ഓപ്ഷൻ എ തന്നെ മാർക്ക് ചെയ്തോളാം. ഇനി 90 വെച്ചിട്ടാണെങ്കിൽ വേണമെങ്കിൽ നോക്കാം. 90 6 × എത്രയെങ്കിലും 90 വരുന്നുണ്ടോ? 6 × 15 90 ആണ്. 6 × 15 90. 15 × 6 90 വരുന്നുണ്ട്. ഇനി 8 വെച്ചിട്ടാണെങ്കിൽ 90 കിട്ടത്തില്ല, നമുക്ക് 80 ഉള്ളൂ. 80 കഴിഞ്ഞാൽ പിന്നെ ഏതാ വരുന്നത്? 80 കഴിഞ്ഞിട്ട് 88 ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ 88 കഴിഞ്ഞിട്ട് പിന്നെ എന്താ വരുന്നത്? 96 ആണ് വരുന്നത്. അതുകൊണ്ട് 90 വരുന്നില്ല. ഇനി അടുത്തത് 10ന്റെ ടേബിൾ. അപ്പോൾ ഈ ഇവിടെ വരാത്തത് കൊണ്ട് തന്നെ പിന്നെ ഈ 90 പിന്നെ നോക്കണമെന്നില്ല. ഇനി അടുത്ത 80 180 ആണെങ്കിൽ 6ന്റെ ടേബിളിൽ വരും. ഇനി 8ന്റെ ടേബിളിലാണെങ്കിൽ നമ്മളിവിടെ 180നെ നമ്മൾ 8 വെച്ചൊന്ന് ഡിവൈഡ് ചെയ്ത് നോക്കുമ്പോൾ ഇവിടെ 16 എഴുതി. 16 ആകുമ്പോൾ 20 വരും. 20 ആകുമ്പോൾ വീണ്ടും ഒരു 16 ഇട്ടു. നമ്മുടെ ഉത്തരം 4 എന്ന് വരും. 4 റിമൈൻഡർ വരുന്നുണ്ട്, അതും പറ്റത്തില്ല. അതുകൊണ്ട് ഇതിനെ അങ്ങ് വിടുക. ഇനി 60, 6ന്റെ ടേബിളിൽ 60 വരുന്നുണ്ട്. 8ന്റെ ടേബിളിൽ 60 വരത്തില്ല, അതുകൊണ്ട് പിന്നെ അതിനെ അങ്ങ് വിട്ടോളാം. അപ്പോൾ 120 ആണ് നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത്. LCM എടുത്ത് ഇങ്ങനെ ട്രഡീഷണൽ മെത്തേഡ് നിങ്ങൾ വിടുക. നമ്മൾ കൺസെപ്റ്റ് മനസ്സിലാക്കി വെക്കുക. എന്നാലേ നമ്മൾ തിരിച്ചും മറിച്ചും ചോദിച്ചാലേ എഴുതാൻ പറ്റത്തുള്ളൂ. ഇപ്പോഴും പണ്ടത്തെ പോലെ എല്ലാം അതേപോലെ അച്ചടിച്ച് ചോദിക്കത്തില്ല. നിങ്ങൾക്ക് കൺസെപ്റ്റ് ഉണ്ടോ എന്ന് അവർക്ക് അറിയണം. അപ്പോൾ അതനുസരിച്ചുള്ള ക്വസ്റ്റ്യനെ അവർ ചോദിക്കത്തുള്ളൂ. ഓക്കെ, അതൊക്കെ മനസ്സിലാക്കുക. ഇനി അടുത്തത് വാട്ട് ഈസ് ദ ഹയസ്റ്റ് കോമൺ ഫാക്ടർ? ഹയസ്റ്റ് കോമൺ ഫാക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? HCF ആണ്. HCFന്റെ ഉള്ളിൽ നടക്കുന്ന കാര്യം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇപ്പം 2ഉം 4ഉം 8. ഇതിൻ്റെ HCF ചോദിച്ചാൽ എന്താണ്? HCF എന്ന് പറഞ്ഞാൽ ഹയസ്റ്റ് കോമൺ ഫാക്ടർ ആണ്. ഫാക്ടർ എന്ന് പറഞ്ഞാൽ 2ന്റെ ഫാക്ടർ ഏതൊക്കെയാണ്?
2ന്റെ ഫാക്ടർ എന്ന് പറഞ്ഞാൽ 2 എന്ന് പറയുന്ന നമ്പർ ഏതിൻ്റെയൊക്കെ ടേബിളിൽ വരുന്നുണ്ട് അതാണ് അതിൻ്റെ ഫാക്ടർ എന്ന് പറയുന്നത്. 2 ഏതിൻ്റെയൊക്കെ ടേബിളിൽ വരുന്നുണ്ട്? ഫാക്ടേഴ്സാണ് ഞാൻ എഴുതുന്നത്. 1ന്റെ ടേബിളിൽ വരുന്നുണ്ട്, 2ന്റെ ടേബിളിൽ വരുന്നുണ്ട്. ഇനി അടുത്ത 4 ഏതിൻ്റെയൊക്കെ ടേബിളിൽ വരുന്നുണ്ട്? 1ന്റെ ടേബിളിൽ, 2ന്റെ ടേബിളിൽ, 4ന്റെ ടേബിളിൽ. ഇനി 8 ഏതിൻ്റെ ടേബിളിൽ വരുന്നുണ്ട്? 1ന്റെ ടേബിളിൽ, 2ന്റെ ടേബിളിൽ, 4ന്റെ ടേബിളിൽ, 8ന്റെ ടേബിളിൽ വരുന്നുണ്ട്. ഇനി ഹയസ്റ്റ് കോമൺ ഫാക്ടർ, ഇതിൽ കോമൺ ആയിട്ട് നിൽക്കുന്ന ഫാക്ടേഴ്സ് 1 1 1 2 2 2 ഇതാണ് കോമൺ ആയിട്ട് നിൽക്കുന്ന നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൽ ഹയസ്റ്റ് കോമൺ ഫാക്ടർ, ഇതിൽ ഏറ്റവും വലുത് ഏതാ കോമൺ ആയിട്ട് നിൽക്കുന്നത്? 2. ഇതിൻ്റെ ആൻസർ എന്താണ്? 2 ആണ് HCF. ഓക്കെ, അപ്പോൾ HCFും LCMും തമ്മിലുള്ള വ്യത്യാസം കണ്ടുപിടിക്കാൻ LCM എന്ന് പറഞ്ഞാൽ കോമൺ ആയിട്ട് നിൽക്കുന്ന മൾട്ടിപ്പിൾ ആണ്. ഇപ്പോൾ ഈ 2ന്റെയും 4ന്റെയും 8ന്റെയും LCM ആണ് ചോദിക്കുന്നതെങ്കിലോ 2ന്റെ മൾട്ടിപ്പിൾസ് എഴുതുക. 2 4 6 8 ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്നു. 4ന്റെ മൾട്ടിപ്പിൾസ് എഴുതുക. 4 8 12 16 ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്നു. ഇനി അടുത്ത 8ന്റെ ടേബിൾസ് ആണെങ്കിലോ 8 കഴിഞ്ഞിട്ട് ഏതാ? 16 24 അങ്ങനെ പൊക്കോണ്ടിരിക്കുന്നു. ഇനി ഇതിൽ കോമൺ ആയിട്ട് നിൽക്കുന്ന ആരൊക്കെയാണ്? ഈ 8 വെച്ചിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെ 8 ഉണ്ട്. 8 കോമൺ ആയിട്ട് നിൽക്കുകയാണ്. ഏറ്റവും ആദ്യം കോമൺ ആയിട്ട് നിൽക്കുന്ന മൾട്ടിപ്പിൾ ആണല്ലോ നമ്മുടെ LCM എന്ന് പറയുന്നത്. കാരണം ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ ആണല്ലോ. അപ്പോൾ ആൻസർ നമുക്ക് എന്ത് വരും? 8 എന്ന് വരും. ഇനി അടുത്തത് ഹയസ്റ്റ് കോമൺ ഫാക്ടർ. ഈ തന്നേക്കുന്ന ക്വസ്റ്റ്യനിൽ, ഈ ക്വസ്റ്റ്യനിലോട്ട് നമുക്ക് വരാം. ഹയസ്റ്റ് കോമൺ ഫാക്ടർ, ഈ തന്നേക്കുന്നതിൽ ഹയസ്റ്റ് കോമൺ ഫാക്ടർ കണ്ടുപിടിക്കാനാണ്. 42 ഉണ്ട്, 168 ഉണ്ട്, 210 ഉണ്ട്. അപ്പോൾ ഇതിൽ ഹയസ്റ്റ് കോമൺ ഫാക്ടർ ആകുമ്പോൾ ഓപ്ഷൻ ബേസ് നമുക്കൊന്ന് ചിന്തിച്ച് നോക്കാം. 14 എടുക്കുകയാണെങ്കിൽ, നമ്മളിപ്പോൾ ഇവിടെ 14 എടുക്കുന്നതെന്ന് വെച്ചോ. ഹയസ്റ്റ് കോമൺ ഫാക്ടർ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ ഈ സൈഡിൽ കിട്ടുന്ന നമ്പറാണ്. 14 ഡയറക്റ്റ് എടുത്തോ. 42 ഈ തന്നേക്കുന്ന 14 ഈ തന്നേക്കുന്ന എല്ലാ നമ്പറും വെച്ചും ഡിവിസിബിൾ ആണെന്നാണ് പറയുന്നത്. 14 ഇൻറ്റു എത്രയെങ്കിലും 42 വരുന്നുണ്ടോ? അവിടെ 42 വരുന്നുണ്ട്. ഓക്കെ, ഇനി അടുത്തത് 14. ഇനി 168 വരുന്നുണ്ടോ? 14 168 എന്ന് പറഞ്ഞാൽ 14 വെച്ച് ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആണോ എന്നൊന്ന് നോക്കിയാൽ മതി. കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആണോ? 14 വരുന്നു. ഡിവൈഡ് ചെയ്ത് നോക്കുവാണെങ്കിൽ മനസ്സിൽ ചെയ്യണം. ഇവിടെ ഒരു 2 വന്നു. 2 8 കൂടെ ആകുമ്പോൾ 28 ആകുമ്പോൾ 14 × 2 28. അപ്പോൾ അവിടെയും ഡിവിസിബിൾ ആണ്. ഇനി 210 ഡിവിസിബിൾ ആണോ എന്ന് നോക്കുക. നമ്മൾ 14 എടുക്കുമ്പോൾ ബാലൻസ് ഒരു ഏതാ? ഇവിടെ 14 കൊടുക്കുന്നു, ബാലൻസ് ഒരു 7 വരുന്നു, 70 വരുന്നു. നമ്മുടെ ഉത്തരം എന്താണ്? 14 തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഹയസ്റ്റ് കോമൺ ഫാക്ടർ ഏതാണ് വരുന്നത്? 14 എന്ന് പറയുന്ന നമ്പർ വരും. വേണമെങ്കിൽ ഒന്ന് ഫാക്ടറൈസ് ചെയ്ത് നോക്കാം. ഫാക്ടറൈസ് ചെയ്ത് നോക്കുമ്പോൾ 42 168 210 വരും. കാരണം 14 21 42 7 ഒക്കെ ഇല്ലേ. അപ്പോൾ നമുക്കൊന്ന് ഫാക്ടറൈസ് ചെയ്ത് നോക്കാം. ഒന്നുകിൽ 14 അല്ലെങ്കിൽ 21 ആയിരിക്കും. അപ്പോൾ ഫാക്ടറൈസ് ചെയ്യുമ്പോൾ നമുക്ക് ഫസ്റ്റ് നമ്പർ 7 തന്നെ എടുക്കാം. 7 വെച്ച് എടുക്കുമ്പോൾ നമുക്ക് എന്താ വരിക? 7 വെച്ച് എടുക്കുമ്പോൾ ഇവിടുത്തെ കിട്ടുന്ന ഉത്തരം എന്ന് പറഞ്ഞാൽ 7 വെച്ച് എടുക്കുമ്പോൾ നമുക്ക് ഇവിടെ ഒരു 6 കിട്ടും. 6ഉം ഇവിടെ ഒരു 2ഉം ഇവിടെ ഒരു 4ഉം വന്നു. പിന്നെ ഇനി ഇവിടെ ഒരു 30 വന്നു. ഇനി ഇതാണെങ്കിൽ നമ്മൾ 6 വെച്ചങ്ങ് എടുത്തു. 6 വെച്ചെടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഉത്തരം എന്താണ്? 6 വെച്ചെടുക്കുമ്പോൾ ഇവിടെ 1ഉം 4ഉം 5ഉം ആണ് വരുന്നത്. ഓക്കെ, ഇപ്പോൾ ഈ സാധനം നമ്മൾ എടുക്കത്തില്ല. 7 × 6 42 എന്ന് വരും. അപ്പോൾ ചില ക്വസ്റ്റ്യനിൽ നമ്മൾ ചെയ്ത് നോക്കേണ്ടി വരും. കാരണം ഇവിടെ 14 21 42 ഒക്കെയാണ് കിടക്കുന്നത്. എല്ലാം ഏകദേശം 7ന്റെ മൾട്ടിപ്പിൾ തന്നെ വരുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ചെയ്ത് നോക്കേണ്ടി വരുന്നത്. ഇപ്പോൾ ചില ക്വസ്റ്റ്യൻ ഇപ്പോൾ ഇവിടെ 14ഉം 15ഉം 9ഉം 8 ഒക്കെ തന്നിരിക്കുകയെന്നെങ്കിൽ 14 അങ്ങ് ഇട്ടുകൊള്ളണം. കാരണം ഇതെല്ലാം 7ന്റെ മൾട്ടിപ്പിൾ ആണ്. അതുകൊണ്ട് 7ന്റെ ഒരു മൾട്ടിപ്പിൾ ആയിരിക്കും നമുക്ക് ഫാക്ടറായിട്ട് വരുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ നിങ്ങൾ കണ്ടുപിടിക്കണം. അല്ലെങ്കിൽ ഇത്രയും ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇങ്ങനെ ഒരു ഫാക്ടറൈസ് ചെയ്താലും മതി. പക്ഷേ ചില ആൾക്കാർക്ക് ഇങ്ങനെ ഒന്നും മനസ്സിലാക്കാതെ ഇങ്ങനെ ചെയ്യുന്ന ഇഷ്ടമല്ല. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും കാര്യങ്ങളൊന്നും പറഞ്ഞു തരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. ഹയസ്റ്റ് കോമൺ ഫാക്ടർ ആണെങ്കിൽ എല്ലാത്തിലും അടങ്ങുന്ന നമ്പർ മാത്രമേ ഈ സൈഡിൽ കൊടുക്കാൻ പറ്റത്തുള്ളൂ. ഇതെല്ലാം 7 വെച്ച് ഡിവിസിബിൾ ആയതുകൊണ്ടാണ് ഈ ഒരു സൈഡിൽ കൊടുത്തത്. ഇനി അഥവാ നിങ്ങൾക്ക് ഇതൊന്ന് 7 വെച്ച് ഡിവിസിബിൾ ആണെന്ന് മനസ്സിലാകുന്നില്ലെങ്കിൽ അത് നിങ്ങളുടെ കുറ്റമാണ്. കാരണം ബിഗിനർ ആയിട്ടുള്ള ഒരാൾക്കാണെങ്കിലും നമ്പേഴ്സിൻ്റെ ബേസിക് പരിചയങ്ങൾ വേണം. അപ്പോൾ നിങ്ങൾ ആദ്യമേ ചെയ്യേണ്ട എന്താണ്? സ്പീഡ് ടെസ്റ്റ്. നമ്മളെ വിഷ അക്കാഡമിയുടെ ചാനലിൽ സ്പീഡ് ടെസ്റ്റിൻ്റെ കുറേ വീഡിയോസ് കിടപ്പുണ്ട്. ഞാൻ ചെയ്തിട്ടുണ്ട്, അദ്വൈത് സാർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അതെല്ലാം ഫുള്ള് കണ്ട് നിങ്ങളുടെ സ്പീഡ് ഇമ്പ്രൂവ് ചെയ്യുക. സ്പീഡിന് വേണ്ട കാര്യങ്ങളെല്ലാം എന്താണ് വേണ്ടതെല്ലാം അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം ഇമ്പ്രൂവ് ചെയ്യുക. ഓക്കെ, ഇനി അടുത്തത് The product of two numbers is 6, 8,
4, 5. If the HCF of the number is 37, find the greatest number. രണ്ട് നമ്പറിൻ്റെ പ്രോഡക്റ്റ് നമ്മൾ ഇതിൽ ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യണമെങ്കിൽ അറിഞ്ഞിരിക്കേണ്ട ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ LCM ഇൻറ്റു HCF ഈക്വൽ ടു പ്രോഡക്റ്റ് ഓഫ് ദി ടു നമ്പേഴ്സ്. അപ്പോൾ LCM ഇൻറ്റു HCF എന്ന് പറഞ്ഞാൽ പ്രോഡക്റ്റ് ഓഫ് ദി ടു നമ്പേഴ്സ് ആണ്. അപ്പോൾ ഇവിടെ തന്നേക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ ഒരു ഇക്വേഷൻ പഠിച്ചു വെച്ചേക്കുക. രണ്ട് നമ്പറിൻ്റെ ഒരു നമ്പറിൻ്റെ LCM ഉം HCF ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴും ആ രണ്ട് നമ്പർ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴും നമുക്ക് കിട്ടുന്ന ഉത്തരം എന്താണ്? സെയിം ആണ്. ഓക്കെ, ഇതാണ് നമ്മുടെ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ പ്രോഡക്റ്റ് ഓഫ് ടു നമ്പേഴ്സ് തന്നിട്ടുണ്ട്. ഈ സൈഡിൽ എന്താണ്? 6, 8, 4, 5. പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? മൾട്ടിപ്ലൈ ചെയ്യുക. രണ്ട് നമ്പറിനെ മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് ഈ ഒരു ആൻസർ കിട്ടി. ഇനി അതിൻ്റെ HCF എത്ര? HCF നമുക്കറിയാം 37. അങ്ങനെയാണെങ്കിൽ LCM കണ്ടുപിടിക്കണം. നമുക്ക് ഗ്രേറ്റർ നമ്പർ ഏതാണെന്നാണ് അറിയേണ്ടത്. ഓക്കെ, ഗ്രേറ്റർ നമ്പർ അറിയണം. ഗ്രേറ്റർ നമ്പർ അറിയണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ LCM നമുക്ക് കണ്ടുപിടിക്കണ്ടേ അല്ലേ? LCM ഒന്ന് കണ്ടുപിടിക്കാം. LCM കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഉത്തരം എന്ന് പറഞ്ഞാൽ നോയിക്കേ, ഈ ഒരു കൺസെപ്റ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഒരു ബേസിക് വേണം. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. കാരണം ഈ ഒരു ക്വസ്റ്റ്യൻ അല്ലേ നിങ്ങൾ ഇങ്ങനെയാണ് എടുക്കേണ്ടത്. രണ്ട് നമ്പറിനെ ഇങ്ങനെ എടുക്കണം. നമ്മളെപ്പോഴും എടുക്കേണ്ട നമ്പേഴ്സ് HCFൻ്റെ മൾട്ടിപ്പിളാണ്. 37x എന്നും 37y എന്നും എടുക്കണം. ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കൺഫ്യൂഷനാണ്. ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇവിടെ വരെയുള്ള കൺസെപ്റ്റ് ക്ലിയർ ആക്കിയിട്ട് വരിക. കുറച്ച് ക്വസ്റ്റ്യനെ ചെയ്യിപ്പിച്ചിട്ടുള്ളൂ, പക്ഷെ കുറച്ച് കൺസെപ്റ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ വരെയുള്ള ക്വസ്റ്റ്യൻസ് ക്ലിയർ ആക്കിയിട്ട് വരിക. ഇതെന്ന് പറഞ്ഞാൽ കുറച്ച് ഇതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യനാണ് ഇത്. ഓക്കെ, അപ്പോൾ ഇത് ഇച്ചിരി ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ ഇത് ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനാണ്. ഇത് മനസ്സിലാവണമെങ്കിൽ നേരത്തെയുള്ള കൺസെപ്റ്റ് ജസ്റ്റ് ഒന്ന് പഠിച്ചിട്ട് വരിക. എന്നിട്ട് ഞാൻ ഇതൊന്ന് പറഞ്ഞു തരാം, ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞു തരാം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചിട്ട് വരിക. അപ്പോൾ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഇത്രയും ക്വസ്റ്റ്യൻസ് ഞാനിപ്പോൾ ഓരോ ക്വസ്റ്റ്യൻ പറഞ്ഞാലും ഓരോ കൺസെപ്റ്റ് ഉണ്ട്, അതത്രയും നോക്കിയിട്ട് വരിക. ഓക്കെ, നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. കുറച്ച് നിങ്ങൾ പേടിക്കേണ്ട, ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ഓരോ ക്വസ്റ്റ്യൻ്റെയും ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തരാം. എല്ലാ ക്വസ്റ്റ്യനിലും നിങ്ങൾക്ക് പഠിക്കാനായിട്ടൊരു പോയിന്റ് കിട്ടും, അത് ഞാൻ ഗ്യാരണ്ടി പറയുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പഠിച്ചിട്ട് വരിക. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം. കാരണം ഞാനിപ്പോൾ ലാസ്റ്റ് മിനിറ്റിൽ ഇത് പറഞ്ഞാൽ നിങ്ങൾക്കൊന്നും ക്ലിയർ ആവത്തില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. കാരണം ഞാനിപ്പോൾ ഇവിടെ LCM കണ്ടുപിടിച്ചാലും നമുക്ക് അങ്ങനെ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേറൊരു രീതിയിലാണ് ഇത് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ ഇന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അത് ഡൈജസ്റ്റ് ആവത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ക്ലാസ് സ്റ്റോപ്പ് ചെയ്യുന്നത്. എനിക്ക് പറഞ്ഞു തരുന്നതുകൊണ്ട് ഒരു കുഴപ്പവും ഇല്ല, പക്ഷെ നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ വരും. നിങ്ങളുടെ കമൻസൊക്കെ ഞാനൊന്ന് കാണട്ടെ, എങ്ങനെയാണ് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്നൊക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ട് ഈ ഒരു മെത്തേഡ് പറഞ്ഞു തരുന്നതാണ് നല്ലത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ ഞാൻ എല്ലാം കൂടെ മൊത്തത്തിൽ കുഴഞ്ഞൊരു പരിവാവും. ഓക്കെ, അപ്പോൾ നോക്കാം. നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. താങ്ക് യു.